മലപ്പുറം ചീക്കോട് പഞ്ചായത്തിൽ UDF-ൽ ഭിന്നത. മുസ്ലിം ലീഗ് വാർഡ് കമ്മിറ്റി പിരിച്ചുവിട്ടു. 18-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് പിരിച്ചുവിട്ടത്. വാർഡ് കോൺഗ്രസിന് അനുവദിച്ചതിൽ പ്രതിഷേധിച്ചാണ് നടപടി. വാർഡിൽ ലീഗ് വിമതൻ മത്സരിക്കും. 2025 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ഈ സീറ്റ് വിട്ടു നൽകണമെന്ന് സാദിഖ് അലി തങ്ങളുടെ കത്ത് പ്രകാരം ഉടമ്പടി വെക്കുകയും ചെയ്തിരുന്നു. 2025 തെരഞ്ഞെടുപ്പ് ആഗതമായ സമയത്ത് ആ കത്തിനെല്ലാം മുഖവിലക്കെടുക്കാതെ UDF-ന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനപ്രകാരം കോൺഗ്രസിന് സീറ്റ് നൽകുകയും ചെയ്തു. 15-ാം തീയതി നടന്ന കൺവെൻഷനിൽ മുസ്ലിം ലീഗ് പാർട്ടി പിരിച്ചുവിടാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ 18-ാം വാർഡിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു. യൂനുസ് അഹമ്മദ് വിശദാംശം നൽകും. യൂനുസ്, മലപ്പുറത്ത് പലയിടങ്ങളിലായി ഇപ്പോൾ പൊന്മുണ്ടത്തെ പ്രശ്നങ്ങളൊന്നും തീർത്തിട്ടില്ല. അതിനു മുമ്പ് വിവിധ പഞ്ചായത്തുകൾ ഇങ്ങനെ UDF-ൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കം അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് പോവുകയാണ്. ചീക്കോട് ഇപ്പോൾ റൊട്ടേഷൻ അനുസരിച്ച് കോൺഗ്രസ് മാറിക്കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നതാണോ മനസ്സിലാകുന്നത്? എന്താണ് സംഭവിക്കുന്നത്? സെറ്റിൽ ചെയ്യാൻ കഴിയാവുന്ന ഒരു പ്രശ്നമാണോ? സൈഫുദ്ദീൻ പറഞ്ഞതുപോലെ മലപ്പുറത്ത് വിവിധ പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് വാർഡുകളിൽ ലീഗും കോൺഗ്രസും തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം ലീഗിൽ തന്നെ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് മലപ്പുറം ചീക്കോട് പഞ്ചായത്തിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 18-ാം വാർഡിലെ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇപ്പോൾ പൂർണ്ണമായി പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം 2020 ഈ ഒരു സീറ്റ് 18-ാം വാർഡ് സീറ്റ് കോൺഗ്രസിന് ലീഗ് വിട്ടു നൽകിയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അന്ത മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായി ഒരു ധാരണ ഉണ്ടായിരുന്നു. 2025 അടുത്ത തവണ ഈ ഒരു സീറ്റ് മുസ്ലിം ലീഗിന് തിരിച്ചു നൽകുക എന്നൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ പാലിക്കപ്പെട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ 18-ാം വാർഡ് ലീഗ് കമ്മിറ്റി പൂർണ്ണമായി പിരിച്ചുവിട്ടത്. വലിയൊരു പ്രതിഷേധമുണ്ട് എന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. കാലങ്ങളായ ഒരു ഈ കോൺഗ്രസും ലീഗും തമ്മിൽ വലിയൊരു തർക്കം രൂക്ഷമായി നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ചീക്കോട്. പല വാർഡുകളിലും വലിയ തർക്കമുണ്ട്. ഏതായാലും